എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി.ബി. സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. സിൽവർ പാവപ്പെട്ടവൻ്റെ ഗോൾഡാണ് സിൽവർ. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ലോകത്തിൽ സിൽവർ ആദ്യമായിട്ട് മൈൻ ചെയ്ത് തുടങ്ങിയതെന്നുള്ള രേഖകളാണ് ചരിത്രത്തിലുള്ളത്. ക്രിസ്തുവിന് മുമ്പ് 3000 BC 3000-നോടടുത്താണ് ആദ്യമായിട്ട് സിൽവർ മൈൻ ചെയ്തതെന്നുള്ള രേഖകളാണുള്ളത്. അനാറ്റോളിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇന്ന് ഈ സ്ഥലം തുർക്കിയിലാണ്. പണ്ട് ആൻഷ്യൻ ഗ്രീസ് സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഈ അനാറ്റോലിയ എന്ന് പറയുന്ന സ്ഥലത്താണ് സിൽവർ ആദ്യമായിട്ട് മൈൻ ചെയ്തെടുത്തിരുന്നത്. 1900 മുതലാണ് വലിയ രീതിയിൽ സിൽവറിലൊക്കെ മൈനിങ് വലിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സിൽവറും ഗോൾഡിനോടൊപ്പം തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മോഡിറ്റിയാണ്. ഗോൾഡിൻ്റെ അതേ പേസിൽ സിൽവർ മുന്നേറാറില്ല, പക്ഷേ കഴിഞ്ഞ 2-3 വർഷമായിട്ട് സിൽവറും നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ സിൽവർ വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. 2019 മുതൽ സപ്ലൈ ഡെഫിസിറ്റാണ്, അതായത് ഡിമാൻഡ് കൂടുതലാണ്. സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം എക്സ്പെക്റ്റ് ചെയ്യുന്നത് 5834 ടണ്ണോളം സിൽവർ ഷോർട്ട് സപ്ലൈ ആയിരിക്കുന്നതാണ് പറയുന്നത്. കാരണം സിൽവറിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡസ്ട്രിയൽ ഡിമാൻഡാണ് 55% വരുന്നത്. അതോടൊപ്പം തന്നെ ഈ 55%-ൽ 20% റിന്യൂവബിൾ എനർജി രംഗത്തു നിന്നുള്ള ഡിമാൻഡാണ്. സോളാർ പാനലിലൊക്കെ സിൽവർ കോട്ടിംഗ് ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഡിമാൻഡ് തന്നെയാണ് സിൽവറിന് വീണ്ടും ഒരു ഗ്രീൻ മെറ്റലായിട്ടുള്ള പരിവേഷം നൽകിയിട്ടുള്ളത്. അടുത്ത മാസങ്ങളിലും അടുത്ത വർഷങ്ങളിലും ഇത്തരത്തിലുള്ള ഡിമാൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സിൽവർ പ്രൈസ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡും സിൽവറിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിൽവറിനെ സംബന്ധിച്ച് നല്ല ന്യൂസ് ഫ്ലോസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ സിൽവറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് പോഡ്കാസ്റ്റൊക്കെ കൊടുത്തിരുന്നു. ആ ഡീറ്റെയിൽഡ് പോഡ്കാസ്റ്റും കൂടി ഇതോടൊപ്പം കൊടുക്കുകയാണ്. സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് റിപ്പോർട്ടുകൾ തന്നെയാണ് സിൽവറിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. മേജർ ടോപ്പ് 3 സിൽവർ പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മെക്സിക്കോ ആണ് ടോപ്പ്, അത് കഴിഞ്ഞാൽ പെറു, പിന്നെ 3rd പ്ലേസിൽ ചൈനയാണ്. ഈ 3 രാജ്യങ്ങളിലും പ്രൊഡക്ഷൻ കുറയുന്നതാണ് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് 7ാമത്തെ വർഷമാണ് സപ്ലൈ ഷോർട്ടേജിൽ സിൽവർ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത 15 വർഷവും സപ്ലൈ ഷോർട്ടേജ് ആയിരിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടുന്നു എന്നുള്ളൊരു കാര്യമാണ്. 55% സിൽവർ ഡിമാൻഡും ഇൻഡസ്ട്രിയൽ ഡിമാൻഡാണ്. ഒപ്പം ഗ്രീൻ എക്കണോമി ഇപ്പോൾ 5 ട്രില്യൺ ആണ് ടോട്ടൽ സൈസ്. അത് $7 ട്രില്യൺ ആയിട്ട് ഉയരും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. ഗ്രീൻ എക്കണോമി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സോളാർ, വിൻഡ് പവർ റിലേറ്റഡ് സെക്ടറാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന മേജർ കമോഡിറ്റി സിൽവറാണ്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ഡിമാൻഡും കൂടിയേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. പക്ഷേ സിൽവറിനെ സംബന്ധിച്ച് മേജറായിട്ടുള്ളൊരു ഗെയിം ചേഞ്ചറായിട്ട് വരുന്നത് ഇന്ത്യയിലത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നവംബറിൽ എടുത്തിട്ടുള്ള ഡിസിഷനാണ്. ഏപ്രിൽ 1, 2026 മുതൽ ഇന്ത്യയിലത്തെ ജനങ്ങൾക്ക് ഗോൾഡ് പ്ലെഡ്ജ് ചെയ്യുന്ന പോലെ സിൽവർ പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് ബാങ്കുകളിൽ നിന്നും NBSകളിൽ നിന്നും ക്രെഡിറ്റ് ഫെസിലിറ്റി അവൈൽ ചെയ്യാമെന്ന് RBI അനൗൺസ് ചെയ്തിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. നമ്മൾ ഗോൾഡ് മാർക്കറ്റ് ഒന്ന് ഗ്രോത്ത് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ 2021 ടോട്ടൽ ഫോർമൽ ഗോൾഡ് ലോൺ മാർക്കറ്റ് 70,000 കോടി രൂപയായിരുന്നു. ഇപ്പം അതിൻ്റെ സൈസ് 3.4 ലക്ഷം കോടി രൂപയാണ്. അതായത് $8 ബില്യൺ നിന്ന് $38 ബില്യൺ ആണ് ഉയർന്നിരിക്കുന്നത് ഗോൾഡ് ലോൺ മാർക്കറ്റ്. അറൗണ്ട് 700 ടൺ ആണ് ഫോർമൽ റൂട്ടിൽ കൂടെ ക്രെഡിറ്റ് ഫെസിലിറ്റി അവൈൽ ചെയ്യുന്നത്. ഇൻഫോർമൽ റൂട്ടിൽ കൂടെ 1000-നും 1500 ടണ്ണിനും ഇടയിൽ ഗോൾഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി അവൈൽ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് നില്ലാണ്. അപ്പോൾ ഏപ്രിൽ 1, 2026 മുതൽ സിൽവർ പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് ലോൺ എടുക്കാനായിട്ട് ഇന്ത്യയിലത്തെ ജനങ്ങൾക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഈ ലോകത്തിലെ മേജർ കൺസ്യൂമർ ആയിട്ട് സിൽവർ
തുടർന്നുള്ളത് ചൈനയും ഇന്ത്യയാണ് സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്യൂമർ. ഇന്ത്യയിലെ ജനങ്ങളാണ് ഗ്ലോബലി സിൽവർ ജുവലറിയുടെയും അതുപോലെ തന്നെ സിൽവർ കോയിൻസിൻ്റെയൊക്കെ 80% മാർക്കറ്റ് ഷെയറും കൈയടക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ ഇന്ത്യയിലത്തെ റൂറൽ പോപ്പുലേഷൻ്റെ സിൽവർ ബൈ നോക്കുകയാണെങ്കിൽ 29,000 ടൺ സിൽവർ ജുവലറികൾ ഇന്ത്യയിലത്തെ റൂറൽ പോപ്പുലേഷൻ വാങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ 4,000 ടൺ സിൽവർ കോയിൻസ് വാങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ സിൽവർ തീർച്ചയായിട്ടും സിൽവർ വെയർ, സിൽവർ കോയിൻസ്, സിൽവർ ജുവലറി ഒക്കെ ആയിട്ടാണ് ഇന്ത്യക്കാർ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള ബൈയിങ് ആണ് ഇന്ത്യയിലത്തെ ജനങ്ങൾ സിൽവറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ മാസത്തിലത്തെ സിൽവർ ഇമ്പോർട്ട് ഡാറ്റ നോക്കുകയാണെങ്കിൽ $2.72 ബില്യൺ വർത്ത് സിൽവറാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്. 2024 ഒക്ടോബറിൽ $0.43 ബില്യൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വലിയ രീതിയിലാണ് ഇന്ത്യയിൽ ഫിസിക്കൽ സിൽവർ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഫിസിക്കൽ സിൽവറിൻ്റെ പ്രൈസും പ്രീമിയത്തിലാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സിൽവറിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ഗെയിം ചേഞ്ചറാണ് ഇന്ത്യയിലത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സിൽവർ കമോഡിറ്റി പ്ലഡ്ജ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി അവെയിൽ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഡിസിഷൻ. തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് കൂട്ടാനായിട്ട് ഇത് ഉപകരിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ, മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങളൊക്കെ സിൽവറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടും എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്ന് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കമോഡിറ്റികളിലൊരു അട്രാക്ഷനൊക്കെ ഉണ്ടാക്കിയേക്കാം. പക്ഷേ നമ്മൾ സിൽവറിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ മുന്നേറിയതിന് ശേഷം നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കാണാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഗെയിം ചേഞ്ചർ ന്യൂസ്, പ്രത്യേകിച്ച് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന രാജ്യം സിൽവർ. തീർച്ചയായിട്ടും ഇന്ത്യയിലത്തെ ജനങ്ങൾക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി കിട്ടുകയാണെങ്കിൽ സിൽവറിൻ്റെ കാര്യത്തിലും വലിയ ഗ്രോത്താണ് അടുത്ത വർഷങ്ങളിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത 15 വർഷത്തേക്ക് സിൽവർ സപ്ലൈ ഷോർട്ടേജ് ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഗോൾഡിനെ പോലെ തന്നെ ഒരു പക്ഷേ സിൽവറും നല്ല രീതിയിൽ മുന്നേറിയേക്കാം. ഈ വർഷത്തെ, അതായത് ജനുവരി 2025 മുതൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയുള്ള ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ സിൽവർ 100% ഗെയിൻ കൊടുത്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 60%. തീർച്ചയായിട്ടും ഗോൾഡ് പ്രൈസിലുണ്ടാക്കുന്ന വൊളാറ്റിലിറ്റി സിൽവറിൻ്റെ പ്രൈസിലൊക്കെ ഉണ്ടാക്കിയേക്കാം. പക്ഷേ എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. നമ്മുടെ പോഡ്കാസ്റ്റുകൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് സിൽവർ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ സിൽവർ ETF-ൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സജഷൻസൊക്കെ നമ്മൾ നൽകിയിരുന്നു. അത്തരത്തിൽ നമ്മുടെ സജഷൻസ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സിൽവറിലും അതുപോലെ തന്നെ സിൽവർ ETF-ലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റിലായിരിക്കും അവരുടെ പോർട്ട്ഫോളിയോ പെർഫോം ചെയ്യുന്നത് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. ഇന്ന് സിൽവർ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $61.26 പെർ ഔൺസാണ് സ്പോട്ട് സിൽവർ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. ഒരു പക്ഷേ വലിയ രീതിയിൽ വീണ്ടും മുന്നേറാൻ സാധ്യതയുള്ളൊരു കമോഡിറ്റി തന്നെയാണ് സിൽവർ.